എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നവ്യ. അപ്പോൾ നമ്മൾ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. സച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വിശേഷമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്ത വീഡിയോ ആണിത്. ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ രാജരാജേശ്വര അമ്പലത്തിൽ പോയതെല്ലാം കാണാത്തവർ എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് വൈകുന്നേരം കേക്ക് വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കേക്ക് വാങ്ങാൻ തലപ്പറമ്പിലേക്ക് ടൗണിലേക്ക് പോയി. അപ്പോൾ ടൗണിലാണെങ്കിൽ നമ്മൾ കുൽഫീന വാങ്ങാൻ വിചാരിച്ചേ, പിന്നെ വിചാരിച്ചു ഒരു സൈഡിൽ തന്നെ ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ക്ലബ് ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു കഫേന്നാണ് നമ്മൾ പോയിട്ട് കേക്ക് വാങ്ങിച്ചിന്. കേക്കും വാങ്ങിച്ച് നമ്മൾ കരീംസ് പോയിട്ട് മന്തിയും കഴിച്ച്. നമ്മൾ കരീംസിലെ മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കാത്തവർ പോയി കഴിക്കുക അവിടെ തലപ്പറമ്പ് ടൗണിൽ. എന്നിട്ട് നമ്മൾ കേക്കെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മൾ വല്യമ്മേൻ്റെ വീട്ടിലും പോയിനി. വല്യമ്മേൻ്റെ വീട്ടിലും പോയിട്ട് നമ്മൾ ഇപ്പം 12 മണിക്ക് കേക്ക് കട്ടയിലായി. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങിപ്പോയി. എൻ്റെ അമ്മ എങ്ങനെയല്ലോ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഇതാക്കിയേ. എന്നിട്ട് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അടിച്ചു പൊളിച്ച് അമ്മമ്മേനെ വിളിച്ചിട്ട്, അമ്മമ്മ നോർമലി പഴയ വീട്ടിലാണ് കിടക്കല്. അപ്പോൾ നമ്മൾ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ട് അമ്മമ്മേനെ അപ്പുറത്ത് പോയി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മമ്മേനെ പിടിച്ച് വലിച്ചിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയ വീട്ടിൽ നിന്ന് അമ്മമ്മേനെ 12 മണിയാകുമ്പോൾ വിളിച്ചു. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ സച്ചുവിന് കൊടുത്ത ഗിഫ്റ്റിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്ന് കമൻറ്റ് പറയണേ. പിന്നെ അവൻ്റെ അകത്തിൽ ഏത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറയണം കേട്ടോ. അപ്പം 19th ബർത്ത്ഡേക്ക് 19 ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും കാണണം. അടിപൊളിയാണ്, നല്ല കോമഡിയാണ്. എല്ലാവരും പോയി കാണണം കേട്ടോ. അത് മാജിക് കാൻഡിലാടാ. അടുത്ത് മാറ്റിക്കോളെ. ഹായ് ഗൈസ്, നമ്മള് കോട്ടത്ത് പോകുന്നു. പപ്പ നമ്മൾ കോട്ടത്ത് പോകുന്നു. സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. സച്ചു നല്ല മഴയും രാവിലെ നല്ല മഴ, എല്ലാ മഴ ഇത്രയും ദിവസം ഉണ്ടായിട്ടില്ല. ഈ ദിവസം ഉണ്ടായിട്ട് നല്ല മഴ. നമ്മൾ കോട്ടത്ത് പോയിട്ട് വരാം. പിന്നെ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീട്ടിലാണ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കോട്ടം തന്നെ പറയാം. നമ്മൾ തെയ്യം കഴിക്കുന്ന അമ്പലത്തില് കാവെന്നും കോട്ടെന്നും സ്ലിപ്പുണ്ട്. ഫസ്റ്റ് ചളിയാക്കിട്ട് നമ്മളതിൻ്റെ എല്ലാം കോട്ടൺ കാണിച്ചു നമ്മളെ. ഓക്കെ, ഒന്നാമത് ഇതാണ് നമ്മളെ ബയോമസി ക്ലബ്ബ്, നമ്മളെ കോട്ടം.
അറിയാലിന് ഇത് ഒരു സൈഡ് ഫുള്ള് പോകുന്നുണ്ട് ഈ റോഡിൻ്റെ ഭാഗം കിട്ടില്ലേ. ഓ അത്ര പണ്ടേ ഇല്ലതാണ്. നല്ല ഭംഗിയല്ല കാണാൻ മുറിക്കുന്നു. പക്ഷെ എന്തോ ഒന്നാമെന്നറിയില്ല, എന്തെങ്കിലും അപകടമുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും മുറിക്കുന്നുണ്ടാവും. നമ്മളെ കോട്ടം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി കോട്ടത്തെത്തി. ഇതാണ് നമ്മളെ കോട്ടം. അപ്പോൾ അവിടെ മുമ്പിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. 2 കോട്ടം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറച്ച് അങ്ങോട്ടൊരു കോട്ടം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 സ്ഥലത്തും തെയ്യം നടക്കുന്നുണ്ട്. തെയ്യത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത കൊല്ലം ഇടാം കേട്ടോ. ഈ കൊല്ലം ഡിസംബർ ആകുമ്പം തെയ്യം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാനിടാം, വിശേഷങ്ങൾ ഞാനിടാം. ഞാൻ ലാസ്റ്റ് ഇയർ എടുത്തിനേനു, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഷോർട്സിൽ ഇട്ടിനു ഞാൻ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫുൾ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടം. കോട്ടയത്ത് നമ്മൾ പായസം കഴിപ്പിക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം ഇതൊന്നും ചെയ്തിട്ടില്ല, പായസമൊന്നും കഴിപ്പിച്ചിട്ടില്ല. കാരണം പിറന്നാളിനെന്നാണ് നമ്മൾ പൊതുവേ പായസം കഴിപ്പിക്കൽ. അപ്പോൾ അവിടെ ഓൾറെഡി ഇത് ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ടായിനേനു, നമ്മളെ സുകുമാരൻ വെളിച്ചൻ്റെ ഭാര്യ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പായസം ആ സംഭവം എന്നു പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഓരോ ഫാമിലിക്ക് അല്ലെങ്കിൽ ഓരോ ഇതിന് ഇത്ര ദിവസം എനിക്ക് പായസം കഴിപ്പിക്കണം എന്നുണ്ടാവും കേട്ടോ. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആൻറ്റീൻ്റെ സമയമായിരുന്നു ഇപ്പം. അപ്പോൾ അവർക്ക് കുറേ ചോറും പിന്നെ പായസം എല്ലാം കിട്ടീനി. അപ്പോൾ നമുക്ക് കുറച്ച് തന്നി. നമുക്കും ആ അങ്കിള് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, സ്വാതി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ. സ്വാതിൻ്റെ അച്ഛൻ വന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി താഴെ തൊഴുതു, മുകളിൽ ഫുള്ള് തൊഴുതു. ഇവിടെ ചാമുണ്ടി വന്നിട്ടുണ്ടാവല്. അപ്പോൾ ചാമുണ്ടി ചെയ്യാന്നവിടെ ഉണ്ടാവല്. അപ്പം നമ്മൾ ഫുള്ള് തൊഴുത് അത് നമ്മൾ ഫുള്ള് റൗണ്ട് അടിച്ച് സച്ചു അമ്പലത്തിലെത്തിയിട്ടും ഫോൺ നോക്കുന്നൊരു കുഴപ്പമില്ല. അപ്പോൾ അമ്പലത്തിൽ പോയി ഫുള്ള് തൊഴുതിട്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് വന്ന് അപ്പോഴത്തേക്ക് പൂജാരി പ്രസാദം തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പായസത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. വലിയൊരു ഉരുളിയിലാണ് പായസവും ഉണ്ടാവും. പിന്നെ എന്നാ പറയുക, അടച്ചോറ് അങ്ങനത്തെ ഒരു ചോറ് തന്നെ പറയും. ആ ഒരു ചോറും അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്പലത്തിലെ ചോറ് പായസം നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റായിരുന്നു പായസം കഴിക്കാൻ. അപ്പോൾ നമ്മൾ പായസവും കഴിച്ച് ചോറും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകലായി. കാരണം വീട്ടിലേക്ക് പോയിട്ട് റെഡിയായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണ്ട്, രാജരാജേശ്വര അമ്പലം എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബ്രോൺസിൻ്റെ ശിവൻ്റെ ഇതാക്കിയിട്ടില്ലേ, സ്റ്റാച്ചു ആക്കിയിട്ടില്ലേ, അവിടത്തേക്ക് തലപ്പറമ്പിലാണ് സ്ഥലം അവിടെ. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പം ഇതും ശിവൻ്റെ ഒരു കോട്ടാണ്. ഇവിടെ 2 തെയ്യം ഉണ്ടാവലും, മുകളിൽ താഴെ ഒരു തെയ്യം ഉണ്ടാവല്. ടോട്ടൽ 3 തെയ്യം ഇവിടെ ഉണ്ടാവല്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഒരു കോട്ടുമുണ്ട്, അവിടെ കുറച്ച് 4-5 തെയ്യം ഉണ്ടാവലുണ്ട് രാത്രിക്കെല്ലായിട്ട്. ഇപ്പം പൂജാരി പ്രസാദമെല്ലാം തന്ന് നമ്മൾ പൈസ എല്ലാം കൊടുത്ത് പിന്നെ അതിനുശേഷം നമ്മൾ പായസം കഴിക്കാനായി. അപ്പോൾ പായസം കഴിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത് തലേന്ന് അല്ലെങ്കിൽ രാവിലെ പോയിട്ട് അരി കൊടുക്കണം. അരി കൊടുത്തിട്ട് അരിയും അതിൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്താൽ, അരിയും ബെല്ലെല്ലാം കൊടുത്താൽ പൂജാരി അവിടെ നിന്ന് ആക്കിത്തരും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ ഇതാണ് ആൻറ്റീന് ഇതായാലും ആൻറ്റീൻ്റെ പായസമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവർ മലരും അങ്ങനത്തെ സാധനങ്ങളെല്ലാം തരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാണിപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം.
കോട്ടയത്ത് പോയി രാജരാജേശ്വരി അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ വെള്ളത്തേക്ക് പോയത്. വെള്ളത്തിൽ വരുമ്പോൾ എൻ്റെ മമ്മേൻ്റെ വീട് മയ്യിൽ, അവിടത്തേക്ക് പോവാ ചെയ്തേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പം ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് കേക്കെല്ലാം കട്ട് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് മാമി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മന്തി വേണമെന്ന്. മന്തിയിലെന്തോ വിഷം കലർത്തിയ മാതിരി ഉണ്ട് എനിക്ക്. കാരണം മന്തി ഭയങ്കര ഇഷ്ടമായി എനിക്ക്, ഭയങ്കരം. അപ്പോൾ നമ്മൾ മന്തി കഴിച്ചു. പിന്നെ പൊറോട്ടയും ചിക്കൻ കറി വീട്ടിലാക്കിനേനു. വീറ്റ് പൊറോട്ട വാങ്ങിച്ചിനി, പിന്നെ മന്തി വാങ്ങിച്ചിട്ട് നമ്മൾ കഴിച്ചു. പിള്ളേരൊക്കെ എല്ലാവർക്കും, പിന്നെ അക്കുവിന് മന്തി ഇഷ്ടമല്ല. അപ്പോൾ അക്കുവിന് വേറെ എന്തെങ്കിലും വേറെ ഫുഡ് വേണം. അതുകൊണ്ട് എല്ലാവരും കൂടി വീറ്റ് പൊറോട്ടയും ചിക്കൻ കറി ഹാഫ് മന്തിയാണ് നമ്മൾ വാങ്ങിച്ചത്. കാരണം ഹാഫ് മന്തി എല്ലാവർക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാനേ വേണ്ടു. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ആദ്യം ഇരുന്ന്, പിള്ളേരെല്ലാം ആദ്യം ഇരുന്നിട്ട് അതിന് ശേഷം പിന്നെ മമ്മിയും മാമിയും മേമയും മാമയും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ച്. പിന്നെ മാമീൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്, മേമേൻ്റെ വകയായിരുന്നു കേക്ക്, ഇതാണ് മാമീൻ്റെ വക ഗിഫ്റ്റ്. മാമന്റെ മാമീന്റെ കടയിലെ കവറിഞ്ഞെടുക്കല് മാമ. സ്പ്രേ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ നീ അടിക്കുന്നതാണ് അതിന് മേലെ അടിക്കുന്നത്. മുട്ടയുണ്ടോ? അല്ല മറ്റേത് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കുറേ കിട്ടി. സച്ചുന് കേക്കെല്ലാം കട്ട് ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.